ദേവയാനി നയനയും കൊണ്ട് വീട്ടിലേക്ക് വന്നത് കണ്ട് എല്ലാവരും ആകപ്പാടെ ഞെട്ടിത്തിരിച്ച് നിൽക്കാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഏറ്റവും അധികം ഷോക്കായത് ജാനകിക്കും അനാമിയയ്ക്കും പിന്നെ രേവതിക്കുമാണ്. ജാനകി ചോദിക്കാണ്, എടുത്തി എന്താ ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ? എന്താ ചേച്ചിയെ വിളിച്ച് ഇവള് കാല് പിടിച്ച് കരഞ്ഞോ? അല്ലെങ്കിൽ വേറെന്ത് ചെയ്തിട്ടാ ഇവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? ജാനകി, അവൾ എന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ പോയി മാപ്പ് പറഞ്ഞ് അവളുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ അവളെ കൊണ്ടുവന്നത്. എടുത്തി എന്തൊക്കെയാ പറയുന്നേ? അവളുടെ കാല് പിടിച്ച് കരഞ്ഞെന്നോ? ജലജ ചോദിക്കാണ്, എന്താ എടുത്തി, എന്താ സംഭവിച്ചേ? എടുത്തി എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയത്? ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? എടുത്തിയല്ലേ ഇവളൊരിക്കലും ഇങ്ങോട്ടേക്ക് കാണാൻ പാടില്ലെന്ന് പറഞ്ഞത്? ദേവേനി പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാ പറഞ്ഞത്. പക്ഷെങ്കില് ഇനി ഒരിക്കലും അങ്ങനെ ഞാൻ പറയില്ല. എന്റെ മോളോട് അതിന് ഞാൻ മാപ്പും ചോദിച്ചു. എന്തൊക്കെ എടുത്ത് ഈ പറയുന്നേ? അതെ, ഇത്രയും കഴിഞ്ഞൊരു മാസമായിട്ട് ഞാൻ എനിക്ക് കള്ളു നൽകിയ, എനിക്ക് ജീവന്റെ പാതി പകത്ത് നൽകിയ ആ കുട്ടിയെ കാണാൻ വേണ്ടി നടക്കായിരുന്നു. ഇപ്പോഴാ ഞാൻ ആ കുട്ടിയെ കണ്ടെത്തിയത് എന്ന് പറയുന്നുണ്ട്. എന്താ എടുത്ത് ഈ പറയുന്നേ? അതെ, അത് വേറെ ആരുമല്ല, എന്റെ മരുമകൾ നയന തന്നെയാ. എനിക്ക് രക്തം നൽകിയതും എനിക്ക് കരള് ദാനം ചെയ്തതും എന്റെ മരുമകളാണ് എന്ന് ദേവയാനി പറയുന്നുണ്ട്. ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാണ് അനാമികയും ജലജയും ജാനകിയും ഒക്കെ. ദേവയാനി പറയാണ്, ഈ ഒരു കാര്യം നമുക്ക് 4 പേർക്കുമല്ലാതെ ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവർക്കും അറിയാം. അനി പലതവണ നന്ദുവിനെ കാണാൻ പോയതെന്ന് അനാമിക മോള് പറഞ്ഞില്ലേ? പക്ഷെ അതായിരുന്നില്ല സത്യം. സത്യം നയന ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കൊണ്ടാ അനി അവളെ കാണാൻ പോയത്, അല്ലാതെ നന്ദുവിനെ കാണാൻ പോയതല്ല. അച്ഛനും അമ്മയും അവർക്ക് സ്വത്തുകൾ കൊടുത്തതും അതുപോലെ അവർ വീടെടുത്ത് കൊടുത്തതുമൊക്കെ അതിന്റെ പേരിലാണ് എന്ന് ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. രേവതിക്കും അനാമിക്കും ആകെപ്പാടെ ദേഷ്യമൊക്കെ ആയിട്ട് നിൽക്കാണല്ലോ. കാരണം ഇപ്പൊ ദേവയാനിക്ക് ഏറ്റവും സ്നേഹം നയനയോടാണ്. അവളെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാതെ അവളെ അതുപോലെ സ്നേഹിച്ച് ദേവയാനി നോയിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ അനാമികയുടെയും വീട്ടുകാരെയൊക്കെ സ്വഭാവം എന്താണെന്നുള്ളത് ദേവയാനി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നയന തീരെ സുഖമില്ലല്ലോ, അവള് റെസ്റ്റ് എടുത്തോണ്ടിരിക്കല്ലേ. നയനയും അപ്പുറത്തെ മുറിയിലും ദേവയാനി ഇപ്പുറത്തെ മുറിയിലും കിടക്കാണ്. എങ്കിലും നയനടുത്ത് മാക്സിമം ചെലവഴിക്കാനായിട്ട് ദേവയാനി ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നവ്യയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നവ്യ പറയാണ്, ഇവരോടൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതാ വല്യമ്മേ, അമ്മായിയുടെ സത്യങ്ങളെല്ലാം തുറന്ന് പറയാന്. അന്ന് അമ്മായി എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ടാ ഇവരൊന്നും പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. സാരമില്ല, ഇപ്പോഴെങ്കിലും എല്ലാം അറിഞ്ഞല്ലോ. നീയും എനിക്ക് എന്റെ മോള് തന്നെയാ. ഞാൻ എന്റെ ആദർശിന് വേണ്ടി കണ്ടെത്തിയ കുട്ടി നീയായിരുന്നു. പക്ഷേ നിന്നെക്കാട്ടിലും എന്തൊക്കെ പറഞ്ഞാലും നിന്നെക്കാട്ടിലും ഭേദം എന്റെ ഈ മരുമകൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴേക്ക് ചിരിച്ചുകൊണ്ടാണ് ദേവയാനി പറയുന്നത്. നവ്യ പറയാണ്, അമ്മ തമാശ പറഞ്ഞതാണെങ്കിലും സത്യം അത് തന്നെയാ. എന്തുകൊണ്ടും എന്നെക്കാട്ടിലും മനസ്സുള്ളത് ഇവക്ക് തന്നെയാ. ഞാനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു പ്രവൃത്തി ചെയ്യില്ലായിരുന്നു അമ്മേ എന്നൊക്കെ ദേവയാനിയോട് നമ്മുടെ നവ്യ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനി അവളുടെ മുറിയിലേക്ക് പോവാണ്. രേവതിയും അനാമികയും നയനടുത്തേക്ക് വരികയാണ് കേട്ടോ. നയനോട് കിടക്കായിരിക്കും. എന്ത് സുഖം അല്ലേ, സുഖമായിട്ടങ്ങ് കിടക്കാലോ. നയന ചോദിക്കാണ്, എന്താ അനാമിക, എന്താ നിന്റെ പ്രശ്നം? അല്ല, നീ കരല് കൊടുത്തുന്നൊക്കെ എനിക്ക് മനസ്സിലായിടി. എന്തിന്? അല്ല, ഇപ്പൊ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും 100 പവന്റെ സ്വർണം അങ്ങ് കൊണ്ട് തന്നല്ലോ. ആദശേട്ടനാണല്ലോ കോടികളുടെ വീട് അടുത്ത് വന്നിരിക്കുന്നേ. ഇനി എന്ത് വേണം? നിന്റെ അമ്മായിമ്മയുടെ വകയുള്ള സ്വത്തുക്കളും കൂടി അടിച്ചു മാറ്റാനല്ലേ നീ പ്രവൃത്തിയൊക്കെ ചെയ്തത്? നയന പറയാണ്, എങ്കിൽ പിന്നെ നിനക്ക് ചെയ്തില്ലായിരുന്നോ? നിന്റെയും അതേ രക്തം തന്നെ ആയിരുന്നല്ലോ. രക്തം കൊടുക്കാൻ പോലും നീ തയ്യാറായില്ലല്ലോ, പിന്നെ നീ എന്തിനാ കൂടുതൽ പറയാൻ വരുന്നേ? അതെ, എനിക്ക് കാശിന്റെ ആക്രാന്തമില്ലായിരുന്നു, എനിക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷെ നീ അങ്ങനല്ലോ, നീ മിടുക്കിയ, എല്ലാവരും പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നവളാ. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. നിനക്കറിയാം, കരളും കിഡ്നിയൊക്കെ നിന്റെ മറ്റാർക്കെങ്കിലും കൊടുത്താലേ 10 വയസ്സ് പോലും നിനക്ക് കിട്ടില്ലെന്ന്. ഇതാകുമ്പോൾ അമ്മായിമ്മയുടെ സ്നേഹവും കിട്ടും, ഈ വീടിന്റെ അധികാരവും കിട്ടും, പിന്നെ ഈ സ്ഥലത്ത് സർവ്വ സ്വത്തുക്കളും നിന്റെ പേരിലാക്കാലോ. അതെല്ലാം നീ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും നയനെ പറയാണ്, ദേ അനാമിക, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. അമ്മയുടെ അടുത്ത സിറ്റുവേഷൻ നീ കണ്ടതല്ലേ, സീരിയസ് ആയിരുന്നു. എത്രയും പെട്ടെന്ന് ഒരു ഡോണറെ കണ്ടെത്തണമായിരുന്നു. പക്ഷേ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് തന്നെ റയറാ. ബ്ലഡ് തരാൻ പോലും പലരും മടിച്ചിരിക്കുന്ന സമയത്ത് ഒരു കരള് ദാനം ചെയ്യാന്നൊക്കെ പറഞ്ഞാല് ആ ചുരുങ്ങിയ സമയം കൊണ്ട് റിസ്ക്കാ. അതുകൊണ്ടാ ഞാൻ തന്നെ അത് ചെയ്യാൻ തയ്യാറായത് എന്ന് നയനെ പറയുന്നുണ്ട്. അല്ലടി, നീയും നിന്റെ വീട്ടുകാരുമൊക്കെ പെരും കള്ളികളാ. എങ്ങനെയെങ്കിലും ഈ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് അടിച്ചു മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, അനാമിക, എനിക്ക് തീരെ സുഖമില്ല. പക്ഷെങ്കിൽ എന്റെ കൈക്കൊരു കുഴപ്പമില്ല, അത് അമ്മയും മോളും ഓർത്തു വെച്ചോ. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ മുറി വിട്ട് ഇറങ്ങിപ്പോ എന്ന് പറയുന്നുണ്ട്. ഇല്ലടി, പോവില്ല, അങ്ങനെ നീ ഇവിടെ സുഖമായിട്ട് കിടക്കണടി എന്ന് പറഞ്ഞിട്ട് നയനയുടെ കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട് നയന.
പറയാണ്, വീട് അനാമിക വീട്. അതെ, അന്ന് നന്ദു തന്ന പോലെയല്ല, അതിലും ശരിക്ക് തരാൻ എനിക്കറിയാം, വിടാനാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി, മോളെ വിട് മോളെ, ആരെങ്കിലും അറിഞ്ഞ പ്രശ്നമാകും, വിട് മോളെ എന്ന് പറയുന്നുണ്ട്. ഇല്ലമ്മേ, ഇവളിവിടെ സുഖിച്ച് കിടക്കണ്ട, എനിക്കിവളെ കാണും തോറും എന്റെ ദേഷ്യം ഇറച്ചി കയറിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് വീണ്ടും കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കതക് തുറന്ന് മോളേന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ദേവേനെ വരുമ്പോൾ കാണുന്ന കാഴ്ച നയനെ പിടിച്ച് കട്ടിലിൽ നിന്ന് വലിച്ച് താഴെ ശ്രമിക്കുന്ന അനാമികനെയാണ്. ഡി, നീ എന്താടി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ആ കൊണ്ടുവന്ന ജ്യൂസ് അങ്ങോട്ടേക്ക് വെച്ചിട്ട് അനാമികയുടെ കയ്യെ പിടിച്ച് വലിച്ചു മാറ്റി ഒറ്റ അടി ചുരുക്കാം കേട്ടോ ദേവയാനി. നീ എന്താടി എന്റെ കുഞ്ഞിനെ കാണിക്കുന്നതെന്ന് ചോദിക്കാണ്. കുഞ്ഞോ ഇവളോ? എന്താ വലിയമ്മയൊക്കെ ഇത്? ഒരു കാറിൽ ദാനം ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വേണോ? അതിന്റെ ഇരട്ടിയുടെ പൈസ ഇരട്ടിയും എല്ലാവരും കൊടുത്തു കഴിഞ്ഞില്ലേ, പിന്നെ ഈ പെരുങ്കളിയൊക്കെ സ്നേഹിക്കേണ്ട കാര്യമുണ്ടോ? ദേവേനി പറയാണ്, മിണ്ടി പോകരുത് നീ. അന്ന് എനിക്ക് രക്തം നൽകാൻ പോലും നീ തയ്യാറായില്ലെന്ന് അനി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നീ അങ്ങനൊന്നും ചെയ്യാത്തവളാ. എനിക്കറിയാം നിന്റെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നുണ്ട്. വല്യമ്മ പറയുന്നത് വിശ്വസിക്കുന്നതെല്ലാം തെറ്റാ. ദാ ഈ നയനയുണ്ടല്ലോ, ഇപ്പൊ എന്നെ സമ്മതിച്ചതേ ഉള്ളൂ, ഇവിടുത്തെ കാശിനും സ്വത്തിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അവളുടെ കിഡ്നി മറ്റാർക്കെങ്കിലും കൊടുത്താൽ ഇത്രയും സമ്പാദ്യമൊക്കെ കിട്ടുമോ? വല്യമ്മയുടെ സ്നേഹം, ഈ വീട്ടിലെ സമ്പത്തും മുത്തശ്ശനും സ്നേഹവും ആദർശിന്റെ സ്നേഹവും ആ വീടും സ്വർണവും ഒക്കെ കിട്ടുമ്പം ഇവക്ക് പിന്നെ വേറെ എന്താ വല്യമ്മ വേണ്ടത്? ഇവളുടെ മൂത്ത മരുമകളുടെ സ്ഥാനം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവളായിരിക്കുമല്ലോ ഇവിടുത്തെ എല്ലാ അധികാരം, അതിനുവേണ്ടി ഇവൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നയന പറയാണ്, അല്ലമ്മേ, കുറെ നേരമായിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അതുകൊണ്ടാ ഞാൻ ഓരോന്നും അവളെയും പറഞ്ഞത്, സഹിക്കാൻ പറ്റുന്നില്ല. ദേവേനി പറയാണ്, നിന്നെ പറഞ്ഞ നീയും തിരിച്ചു പറഞ്ഞോണം, അങ്ങനെ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർ വളരെ കൊമ്പത്തെ പുള്ളികളാണെങ്കിൽ അത് അവരുടെ കയ്യിലിരുന്നോളും, അതിലും സ്വത്തുണ്ട് ഇപ്പൊ നിന്റെ കയ്യില്. വേണമെങ്കിൽ ഈ വീട്ടിലെ പകുതി സ്വത്തുക്കളും നിന്റെ പേർക്കിന് എഴുതി വെക്കും, പിന്നെ എന്തുമാത്രം സ്വത്ത് ഇവർക്കുണ്ടെന്ന് നമുക്കറിയണമല്ലോ എന്നൊക്കെ ദേവിയാനി നയനയുടെ ഭാഗം ചേർന്ന് പറയാണ്. അപ്പോഴേക്കും അനാമികയും അമ്മയും ആകെപ്പാടെ ചൂളി നിൽക്കാണ്. അങ്ങനെ കർണത്ത് കയ്യും വെച്ചുകൊണ്ട് അനാമികയോടെ നിൽക്കും. ഇനിയെങ്ങാണം എന്റെ നയനമോളെ വാക്കുകൊണ്ടോ പ്രവൃത്തിയോ കൊണ്ടോ എന്തിന് ഒരു നോട്ടം കൊണ്ടെങ്കിലും ഉപദ്രവിച്ചാലേ എല്ലാം എന്റെ ഒന്ന് ശരിക്കും മേടിക്കും, മിണ്ടതിറങ്ങി പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയും അനാമികയും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ദേവേനി പറയുന്നുണ്ട്, മോളെ ആരെന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, മോള് ശരിക്കും തിരിച്ചു പറഞ്ഞോ കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിക്ക് അതിനുള്ള പക്വതയുള്ളമ്മേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഓരോ ബഹളം വെക്കുന്നത്. അവരുടെ അമ്മയ്ക്കും അച്ഛനും അത് പറഞ്ഞു കൊടുക്കാനുള്ള വിവരവും ഇല്ല. എങ്കില് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? മുത്തശ്ശനോടും വരെ കയർത്ത് സംസാരിക്കുന്നേ, എത്രയൊക്കെ പറഞ്ഞിട്ടും ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല. അതൊന്നും സാരമില്ല, അതൊക്കെ പതിയെ മനസ്സിലായിക്കോളും എന്ന് ദേവിയാനെ പറയുന്നുണ്ട്. മോളിപ്പോ ഇതൊന്നും ഓർത്ത് സ്ട്രെയിൻ ചെയ്യാൻ നിൽക്കണ്ട. അമ്മ എന്തിനാ ജ്യൂസൊക്കെ ആയിട്ട് വന്നത്? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ. അത് മാത്രമല്ല, പതിയെ ഞാനും അടുക്കളയിലേക്ക് കയറാം. എന്തെന്ന് അടുക്കളയിൽ കയറാനോ? നീയോ? ഞാൻ സമ്മതിച്ചു തന്നെ. നിന്റെ അമ്മ അച്ഛൻ നിന്റെ പൊന്നു പോലെ നോക്കിക്കൊണ്ട് നിന്നാ അവിടുന്ന് വിളിച്ചോണ്ട് വന്നതേ ഞാനാ. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം നിന്റെ കാര്യം നോക്കേണ്ടത്. നീ ഇവിടെ കിടന്നാൽ മതി. 3 മാസമാണ് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞേക്കുന്നത്. അത്രയും സമയം ഒന്നും ചെയ്യണ്ട, നിനക്കുള്ളതെല്ലാം ഇവിടെ എത്തും. പിന്നെ എൻ്റെ മോനും അത് മാത്രമല്ല, 3 മാസത്തിന് ശേഷം മുത്തശ്ശിയും കാത്തിരുന്ന ഒരു വിശേഷം ഉണ്ടല്ലോ, അത് ഈ അമ്മേനെ കേൾപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. എന്ത് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായില്ലേ? എത്രയും പെട്ടെന്ന് എൻ്റെ ആദർശമാൻ്റെ ഒരു കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് വെച്ച് തരണം എന്ന് ദേവിയാനി പറയുന്നുണ്ട്. അങ്ങനെ അമ്മായിമ്മ മരുമകളുമായിട്ടുള്ള നല്ലൊരു ബോണ്ടിങ് സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡ്സ് ആണ്. ഇതിൻ്റെ റിവ്യൂസൊക്കെ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ മസ്റ്റ് ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.